കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ലോക്സഭാ വിജയമായിരുന്നു നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപി തൃശൂരിൽ നേടിയത്. ഈ വിജയത്തിന്റെ അലയൊലികൾ പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി പദവി ലഭിച്ചതിനു ശേഷമുള്ള ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ ഭരണം ബി.ജെ.പിക്ക് നേടിക്കൊടുക്കുമെന്നായിരുന്നു ദേശീയ നേതൃത്വം ഉൾപ്പെടെയുള്ളവരുടെ കണക്കുകൂട്ടൽ. തൃശൂർ ഞങ്ങൾക്ക് എന്ന മുദ്രാവാക്യം ബി.ജെ.പി. സംസ്ഥാനത്തുടനീളം ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്തു. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ബി.ജെ.പി. എൻ.ഡി.എ ക്യാമ്പിന് വലിയ നിരാശയാണ് നേരിടേണ്ടി വന്നത്. സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ ജനപ്രീതിയെ കോർപ്പറേഷൻ തലത്തിൽ വോട്ടാക്കി മാറ്റുന്നതിൽ എൻ.ഡി.എ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, 10 വർഷത്തെ പ്രതിപക്ഷ വാസത്തിനു ശേഷം യു.ഡി.എഫ് തൃശൂർ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിച്ചും തങ്ങളുടെ രാഷ്ട്രീയ ശക്തി തെളിയിക്കുകയും ചെയ്തു. ഈ തിരഞ്ഞെടുപ്പ് ഫലം പ്രാദേശിക രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ഉണ്ടാക്കിയ ആഴത്തിലുള്ള സംവിധാനത്തെക്കുറിച്ച് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയ വിജയവും അദ്ദേഹത്തിന് ലഭിച്ച കേന്ദ്രമന്ത്രി പദവിയും ജില്ലയിൽ ഒരു രാഷ്ട്രീയ തരംഗം സൃഷ്ടിക്കുമെന്ന എൻ.ഡി.എയുടെ പ്രതീക്ഷകൾ പൂർണ്ണമായും തകർന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർ വ്യക്തിഗത മികവിനും ദേശീയ രാഷ്ട്രീയത്തിന് മുൻഗണന നൽകിയപ്പോൾ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടന്നത് ഭരണവിരുദ്ധ വികാരത്തിലും സംഘടനാപരമായ ശക്തിയിലും ഊന്നിയാണ്. സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ ജനപ്രീതിയെ കോർപ്പറേഷൻ തലത്തിൽ വോട്ടാക്കി മാറ്റുന്നതിലെ സംഘടനാപരമായ പിഴവ് ബി.ജെ.പിക്ക് തിരിച്ചടിയായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയക്കുതിപ്പ് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വെറും 8 സീറ്റുകളിൽ മാത്രമാണ് എൻ.ഡി.എക്ക് ഒതുക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തവണത്തേക്കാൾ വെറും 2 സീറ്റുകൾ മാത്രമാണ് എൻ.ഡി.എ അധികമായി നേടിയതും. ഇത് എൻ.ഡി.എ നേതൃത്വത്തിന്റെ പ്രതീക്ഷകൾക്ക് തീർത്തും വിരുദ്ധമായ ഫലമാണ്. കേന്ദ്രമന്ത്രിയുടെ തട്ടകമായി വിശേഷിക്കപ്പെട്ട നഗരമേഖലയിലെ പല ബി.ജെ.പി. കോട്ടകളിലും യു.ഡി.എഫ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഈ ഫലം ബി.ജെ.പിയുടെ തൃശൂർ കോർപ്പറേഷൻ ഭരണം എന്ന മോഹങ്ങൾക്ക് താൽക്കാലികമായി വിരാമമിടുന്നതാണ്. കലുങ്ക് ചർച്ച, എസ്.ടി കോഫി ടൈം പോലുള്ള ജനസമ്പർക്ക പരിപാടികളിലൂടെ സുരേഷ് ഗോപി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ മണ്ഡലത്തിൽ സജീവമായിരുന്നു. എന്നാൽ ഈ ഇടപെടലുകൾ പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിൽ വേണ്ടത്ര സ്വാധീനം ചെലുത്തിയില്ല. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ മണ്ഡലത്തിൽ കാര്യമായി വികസന പദ്ധതികൾ കൊണ്ടുവരാനായില്ലെന്നും എതിർമുന്നണികൾ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉയർത്തിയിരുന്നു. പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ പരിഗണിക്കുന്നത് പ്രാദേശിക വികസന പ്രശ്നങ്ങളെയും സ്ഥാനാർത്ഥികളുടെ പ്രവർത്തന മികവിനെയുമാണ്, അല്ലാതെ ദേശീയ തലത്തിലുള്ള പ്രതിച്ഛായയല്ല എന്ന് ഈ ഫലം തെളിയിക്കുന്നു. കോർപ്പറേഷനിൽ മാത്രമല്ല, ജില്ലയിലെ നഗരസഭാ സീറ്റുകളിലെ എൻ.ഡി.എയുടെ ആകെ നേട്ടം കഴിഞ്ഞ തവണത്തെ 40-ൽ നിന്ന് 36 കുറഞ്ഞു. പഞ്ചായത്ത് തലത്തിൽ തിരുവിലാമലയിൽ മാത്രമാണ് എൻ.ഡി.എക്ക് ഭരണം ഉറപ്പിക്കാനായത്. എന്നാൽ ഈ പഞ്ചായത്ത് ഉൾപ്പെടുന്നത് സുരേഷ് ഗോപിയുടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലല്ല, ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. ഇതേപോലെ ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കൊണ്ടാഴി പഞ്ചായത്തിൽ എൻ.ഡി.എയുടെ സീറ്റ് നില 2-ൽ നിന്ന് 6 ഉയർന്നതും ശ്രദ്ധേയമാണ്. ഈ കണക്കുകൾ സുരേഷ് ഗോപിയുടെ വ്യക്തിഗത ഘടകത്തെക്കാൾ വലുത് പ്രാദേശിക സംഘടനാ സംവിധാനത്തിന്റെ കരുത്താണെന്നും വ്യക്തമാക്കുന്നു. തൃശൂർ കോർപ്പറേഷനിൽ 10 വർഷത്തെ അനിശ്ചിതത്വത്തിന് ശേഷമാണ് യു.ഡി.എഫ് ഇത്തവണ ശക്തമായ തിരിച്ചുവരവ് രേഖപ്പെടുത്തിയത്. 2020-ലെ തിരഞ്ഞെടുപ്പിൽ 24 സീറ്റുകൾ വീതം നേടി എൽ.ഡി.എഫും യു.ഡി.എഫും തുല്യനിലയിലായതിനെ തുടർന്ന് സ്വതന്ത്രൻ എം.കെ. വർഗീസ് മേയറായതോടെ ഭരണസ്ഥിരത നഷ്ടപ്പെട്ട ചരിത്രമാണ് തൃശൂരിനുള്ളത്. മുന്നണികൾക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്ന സാഹചര്യം നഗരഭരണത്തെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കി. എന്നാൽ ഇത്തവണ യു.ഡി.എഫിന്റെ വ്യക്തമായ ഭൂരിപക്ഷം കോർപ്പറേഷൻ ഭരണത്തിൽ സ്ഥിരത ഉറപ്പാക്കുന്നതാണ്. ഇത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ പ്രാധാന്യം ഇല്ലാതാക്കി വോട്ടർമാർക്ക് അനുകൂലമായി നിലയുറപ്പിച്ചതിന്റെ ഫലമാണ് ഈ വിജയമെന്ന് യു.ഡി.എഫ് നേതൃത്വം വിലയിരുത്തി. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ പൊതുചിത്രം യു.ഡി.എഫിന് അനുകൂലമായി മാറിയതിന്റെ പ്രതിഫലനം തന്നെയാണ് തൃശൂർ കോർപ്പറേഷൻ ഫലവും. കൊച്ചി, കൊല്ലം, കണ്ണൂർ കോർപ്പറേഷനുകളിലെ യു.ഡി.എഫ് മുന്നേറ്റം സംസ്ഥാന ഭരണത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുന്നുവെന്ന ആത്മവിശ്വാസം യു.ഡി.എഫ് നേതൃത്വത്തിന് നൽകുന്നു. യു.ഡി.എഫ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ സംഘടനാപരമായ മുന്നൊരുക്കങ്ങളും ഭരണവിരുദ്ധ വികാരങ്ങളും ആളിക്കത്തിക്കുന്നതിലെ വിജയവുമാണ് ഈ വിജയത്തിന് പിന്നിലുള്ളത്. തൃശൂർ കോർപ്പറേഷൻ ഭരണം കൈവിട്ടു പോയത് എൽ.ഡി.എഫ് നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായി. കഴിഞ്ഞ തവണ ഭരണം പങ്കിട്ട മുന്നണിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. നഗരമേഖലയിലെ ഈ തിരിച്ചടിക്ക് കാരണം സംഘടനാപരമായ ദൗർബല്യമാണെന്ന് എൽ.ഡി.എഫ് ജില്ലാ നേതൃത്വം സമ്മതിച്ചു. പാർട്ടി സംവിധാനത്തിന് നഗരമേഖലകളിലെ വോട്ടർമാരെ സ്വാധീനിക്കാനോ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനോ കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ പ്രമുഖർക്ക് പോലും പല ഡിവിഷനുകളിൽ കാലിടറിയത് എൽ.ഡി.എഫിന്റെ ആഴത്തിലുള്ള തളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. നഗരങ്ങളിലെ മധ്യവർഗ വോട്ടുകളും യുവജന വോട്ടുകളും മുന്നണിക്ക് നഷ്ടമായി. നഗര കേന്ദ്രീകൃതമായി സംഭവിച്ച ഈ തിരിച്ചടി പാർട്ടി വിശദമായി പഠിക്കുമെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുത്തൽ നടപടി സ്വീകരിക്കുമെന്നും എൽ.ഡി.എഫ് നേതാക്കൾ പ്രതികരിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഫലം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ജില്ലയിലെ രാഷ്ട്രീയം എങ്ങനെയായിരിക്കും എന്നതിന് നിർണായകമായ സൂചനകളാണ് നൽകുന്നത്. കോർപ്പറേഷൻ വിജയം യു.ഡി.എഫിന് ശക്തമായ ആത്മവിശ്വാസം നൽകും. നഗരമേഖലയിലെ ഈ വിജയം സമീപ നിയമസഭാ മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് അനുകൂലമായ തരംഗം സൃഷ്ടിക്കുമെന്നും യു.ഡി.എഫ് കണക്കുകൂട്ടുന്നു. തൃശൂർ കോർപ്പറേഷനിലെ പരാജയം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ കൂടുതൽ സീറ്റുകൾ നേടാനുള്ള എൽ.ഡി.എഫ് സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കും. ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്നുവെന്ന് ഇത് തെളിയിക്കുന്നു. സുരേഷ് ഗോപിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച വ്യക്തിഗത വോട്ടുകൾ പൂർണ്ണമായും പ്രാദേശിക തലത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും വോട്ട് വിഹിതം നിലനിർത്താൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ട്.
ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം ശക്തമാക്കുകയും വോട്ടുകൾ ഭിന്നിപ്പിച്ച് അപ്രതീക്ഷിത ഫലങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. തൃശൂർ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് ഇതാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വ്യക്തിഗത ജനപ്രീതിയും ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളും വിജയം നിർണയിച്ചപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സംഘടനാപരമായ കരുത്തും പ്രാദേശിക ഭരണവിരുദ്ധ വികാരവുമാണ് നിർണായകമായത്. സുരേഷ് ഗോപിക്ക് തൃശൂരിലെ ജനങ്ങളുടെ സ്നേഹവും പിന്തുണയും ലഭിച്ചു എന്നതും സത്യമാണ്. എന്നാൽ ആ സ്നേഹത്തെ എല്ലാ കോർപ്പറേഷൻ വാർഡുകളിലും വോട്ടാക്കി മാറ്റാനുള്ള പ്രാദേശിക സംഘടനാ സംവിധാനം BJPക്ക് തൃശൂരിൽ ഉണ്ടായിരുന്നില്ല എന്നും ഈ ഫലം തെളിയിക്കുന്നു. UDFന്റെ ആധികാരികമായ ഈ വിജയം സംസ്ഥാനത്ത് ഭരണമാറ്റത്തിനായുള്ള ജനകീയ തരംഗം ശക്തമാണെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്.